ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഹരി ഓം. നമുക്ക് ഭഗവാന്റെ സ്വരൂപ മാധുര്യവും ഭക്തി മഹത്വവുമാണ് നമ്മൾ നാരായണീയത്തിലെ 2-ാം ദശകത്തിലെ 2 ശ്ലോകങ്ങളിലൂടെ ഭഗവാന്റെ കിരീടം, തലയിലിരിക്കുന്ന സൂര്യസ്പർദ്ധി കിരീടം, സൂര്യന് പോലും സ്പർദ്ധ തോന്നുന്ന കിരീടവും, പിന്നെ ഭഗവാന്റെ തിരുനെറ്റിയെപ്പറ്റിയും ഗോപിക്കുറിയെപ്പറ്റിയും കണ്ണുകളെപ്പറ്റിയും കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകളെപ്പറ്റിയും, അതുപോലെ തന്നെ ഭഗവാന്റെ കവിളിൽ ശോഭയോടെ പ്രതിഫലിക്കുന്ന കാതിലെ മകരകുണ്ടലങ്ങളെപ്പറ്റിയും ഒക്കെയാണ് വർണ്ണിച്ചത്. അത് കഴിഞ്ഞ് താഴോട്ട് ഭഗവാന്റെ കൈകളിലുള്ള കണ്ഠത്തിലുള്ള ആഭരണം, പിന്നെ വക്ഷസ്ഥലത്തുള്ള ആഭരണം, മാലകൾ, കൈകൾ ഒക്കെ, കൈകളിലുള്ള ശംഖ ചക്ര ഗദാ പത്മധാരിയായ ഭഗവാനെ അങ്ങനെ നമ്മൾ അത്രയും വരെ 2 ശ്ലോകം കൊണ്ട് ഭട്ടതിരിപ്പാട് പറഞ്ഞത് നമ്മളും പറഞ്ഞുപോയി. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഭഗവാനെ, ലോകൈക സുന്ദരനായ ഭുവനസുന്ദരനായിട്ടുള്ള ഗുരുവായൂരപ്പനെ, ശ്രീകൃഷ്ണ ഭഗവാനെ, ബാലഗോപാലനെ വർണ്ണിക്കാൻ ഭട്ടതിരിപ്പാടിന് കഴിയുന്നില്ല. വാക്കുകൾ കൊണ്ട്, കാവ്യം കൊണ്ട്, വരികൾ കൊണ്ട്, അക്ഷരങ്ങൾ കൊണ്ട് അത് സാധ്യമല്ലല്ലോ. അത്രയ്ക്കും എല്ലാത്തിലും വെച്ച് ശ്രേഷ്ഠമായ സൗന്ദര്യമുള്ള, അധിക സൗന്ദര്യമുള്ള ഭഗവാനെ ആർക്ക് വർണ്ണിക്കാനാവും? അപ്പം അതുകൊണ്ട് ഇവിടെ ഭട്ടതിരിപ്പാട് തോറ്റുപോവുകയാണ്. 2 ശ്ലോകം കൊണ്ട് വർണ്ണിച്ചിട്ട് പറയുന്നത്, എനിക്ക് ഭഗവാനെ വർണ്ണിക്കാനുള്ള കഴിവില്ല എന്ന് പറയും. എങ്കിലും പറയാതിരിക്കാനും വയ്യ. കാരണം നമുക്കൊന്ന് ഉപമിച്ച് പറയാനായിട്ടൊന്നും ഈ ലോകത്തില്ല. എന്തെല്ലാം ഉണ്ടോ അതിലെല്ലാം ഉയർന്നു നിൽക്കുന്ന സൗന്ദര്യമാണ് ഭഗവാന്റെ. അപ്പോൾ ഭട്ടതിരിപ്പാട് പിന്നെ എങ്കിലും ഭട്ടതിരിപ്പാടിൻ്റെ ഭാവനയിൽ ഭഗവാന്റെ സ്വരൂപം, ആ മാധുര്യമുള്ള സൗന്ദര്യോത്തരമായ ശരീരത്തെ വർണ്ണിച്ചിരിക്കുകയാണ് 3-ാമത്തെ ശ്ലോകത്തിലും പിന്നെ 4-ാമത്തെ ശ്ലോകത്തിലും കൂടെ. 2 ശ്ലോകത്തിലൂടെ പറഞ്ഞിട്ടും ഒന്നും പറയാനുള്ള കഴിവ് തന്നെ ഇല്ലെന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പം നമുക്ക് 3-ാമത്തെ ശ്ലോകം നോക്കാം. ദശകം 2, ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തി മഹത്വവും എന്നാണ് 2-ാമത്തെ ദശകം. അപ്പം അതിൽ 3-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. കുറച്ച് എളുപ്പം തന്നെ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു, കാരണം ആർക്കും ഒരു മുഷിവില്ലാതെ. അപ്പം 3-ാമത്തെ ശ്ലോകം നോക്കുക. യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തി നിധാനതോപി മധുരം മാധുര്യതുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ലളിത രശ്മി, എല്ലാവർക്കും, ജെസ്സി ജോസ് നമസ്കാരം, രമണി KR, ഗീത വിജയൻ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഭഗവാന്റെ സൗന്ദര്യ വർണ്ണനയാണ്. കിരീടം തൊട്ട് മുഖസൗന്ദര്യവും ഭഗവാന്റെ പിന്നെ കഴുത്തിലണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളെയും വക്ഷസ്ഥലത്തിലുള്ള മാലകളെ പറ്റിയും എല്ലാം വർണ്ണിച്ചു. ശംഖചക്ര ഗദാഹസ്ത്രം 4 തൃക്കൈകളിലും ഇരിക്കുന്ന കാര്യമെല്ലാം പറഞ്ഞു. എന്നിട്ടും മതിയാകാഞ്ഞിട്ട് ഭഗവാനെ എങ്ങനെ വർണ്ണിക്കും, ആരോട് ഉപമിക്കും? ഒരു സുന്ദരനെ നമ്മൾ പറയാം സുന്ദരനാണ് എന്ന് പറയുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഇവിടെ മാനദണ്ഡങ്ങൾക്ക് അതീതനായ ഭഗവാനെ വർണ്ണിക്കാൻ ഭട്ടതിരിപ്പാട് പ്രയാസപ്പെട്ടിട്ട് ഒടുവിൽ പറഞ്ഞു വെക്കുന്ന വരികളാണ് 3-ാമത്തെ ശ്ലോകത്തിൽ. യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തി നിധാനതോപി മധുരം മാധുര്യതുര്യാദപി. യത് ഏതൊന്ന്, ത്രൈലോക്യ മഹീയസോ മഹീയസ അപി മഹിതം, ഏതെന്നാണോ ത്രിലോകത്തിലും, ഭൂമി, സ്വർഗം, പാതാളം, ഇതിനെ മാത്രം ആധാരമാക്കിയല്ല പറഞ്ഞിരിക്കുന്ന ഈ പ്രപഞ്ചത്തില് ഏറ്റവും മഹിയസായിട്ട് മഹത്തായിട്ട് എന്താണോ ഉള്ളത്,
യത്രൈലോക്യമഹീയസ അപി, അതിനേക്കാളൊക്കെ മഹത്തരമായിട്ടുള്ളത്. വിഭുവായ അല്ലയോ മഹാവിഷ്ണു, വിഭുവായ മഹാവിഷ്ണു. വിഭു എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്, പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് സർവശക്തനായവനെ എന്നാണ് വിഭുവായ വിഷ്ണു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പുഷ്ണാദി വിഷ്ണു വിഭു, ഭഗവാനെ പോലെ സുന്ദരനായിട്ടുള്ള ആരാണ് ഈ ലോകത്തുള്ളത് എന്ന് ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. വിഷ്ണു, വിഭുവായ വിഷ്ണു, സർവശക്തനായ വിഷ്ണു, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന വിഷ്ണു, എല്ലാത്തിനും അതീതനായ വിഷ്ണു, എല്ലാം തരാൻ കഴിവുള്ളതായിട്ടുള്ള വിഷ്ണു. ആ വിഷ്ണുവിന്റെ സൗന്ദര്യത്തെ ശ്രീകൃഷ്ണ ഭഗവാനിലൂടെയാണ് നമ്മളിവിടെ ഗുരുവായൂരപ്പനെ നോക്കിക്കൊണ്ടാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞത്. ത്രൈലോക്യം, ഏതൊന്നാണോ ത്രിലോകത്തിലും, ഈ ലോകത്തിൽ എല്ലാ ലോകത്തിലും, 14 ലോകമെന്ന് പുരാണത്തിലെല്ലാം പറയുന്നു, എല്ലാ ലോകത്തിലും വെച്ച് മഹീയസ, മഹത്തായത്, അഭിമഹിതം, മഹത്തായതിൽ വെച്ചും മഹിതം, യത്രൈലോക്യ മഹീയസോപി മഹിതം, സമ്മോഹനം മോഹനാത്, എന്തൊക്കെ വസ്തുക്കൾ ഈ ലോകത്ത് സുന്ദരമായിട്ടുള്ളോ മോഹനമായിട്ടുള്ളോ മോഹിപ്പിക്കുന്നതുണ്ടോ അതിലേക്കും മോഹനമായിട്ടുള്ളത് സമ്മോഹനം. അങ്ങനെയുള്ള രൂപമാണ് ഭഗവാന്റേത്. പിന്നെ ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാദി വിഷ്ണോ വിഭോ, അതിനു മുകളില് കാന്തം കാന്തി നിധാനതോ അഭിമധുരം മാധുര്യ തുര്യാദപി. അപ്പം നമുക്ക് ഈ സൗന്ദര്യത്തിന്റെ ലക്ഷണമായിട്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, പുരുഷ സൗന്ദര്യം, പുരുഷ രൂപ സൗന്ദര്യമുണ്ട്, സ്ത്രീകളുടെ, നമുക്ക് കണ്ണിന് ആനന്ദം തരുന്ന, മനസ്സിന് മാധുര്യം തരുന്ന, കണ്ണിന് ഇമ്പം തരുന്ന എല്ലാ വസ്തുക്കളും സുന്ദരമാണ്. നമുക്ക് ആകർഷണം തോന്നുന്ന ഈ സുന്ദര വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആളുകൾ സുന്ദരി, സുന്ദര എന്നൊക്കെ നമ്മൾ എല്ലാവരെയും സംബോധന ചെയ്യുമ്പം നമ്മുടെ കാഴ്ചയ്ക്ക്, നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന, ആനന്ദം തരുന്ന വസ്തുക്കളെല്ലാം സുന്ദരമാണ്. അങ്ങനെയാണ് സുന്ദരികളെയും സുന്ദരന്മാരെയൊക്കെ നമ്മൾ കണ്ടത്. പൂവിന്റെ സൗന്ദര്യം, ചില ഈ ഇലച്ചെടികളുടെ സൗന്ദര്യം, അതുപോലെ തന്നെ ഒരു മൃഗത്തെ കണ്ട അതിനൊരു സൗന്ദര്യം, അങ്ങനെ വൃക്ഷലതാദികളുടെ സൗന്ദര്യം, കാലാവസ്ഥയുടെ സൗന്ദര്യം, മലകളുടെ സൗന്ദര്യം, ആകാശത്തിന്റെ സൗന്ദര്യം, മേഘത്തിന്റെ സൗന്ദര്യം, മനുഷ്യരുടെ സൗന്ദര്യം. അതാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയും. സുന്ദരനും സുന്ദരി എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരെ മാത്രമാണ്. അപ്പോൾ സൗന്ദര്യത്തിന് കുറെ ആധികാരികമായിട്ട് കുറെ ഘടകങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സൗന്ദര്യമുള്ള വസ്തുക്കളിൽ വെച്ചിട്ട് ഏറ്റവും സുന്ദരമായത് സൗന്ദര്യോത്തരതോപി സുന്ദരതരം, സൗന്ദര്യ ഉത്തര അപി, സൗന്ദര്യോത്തരമായി എന്തൊക്കെ വസ്തുക്കള് സൗന്ദര്യമുള്ളത് ഈ ലോകത്തുണ്ടോ അതിൽ വെച്ചിട്ട് ഏറ്റവും സുന്ദരമായിട്ടുള്ളത്. അങ്ങനെ മാത്രമേ ഭഗവാന്റെ സൗന്ദര്യത്തെ നമുക്ക് വർണ്ണിക്കാൻ ഒക്കൂ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അതെ, നമുക്കറിയില്ല എന്തെല്ലാം വസ്തുക്കൾ ഈ ലോകത്ത് സുന്ദരമായിട്ടുള്ള. അജിത മുരളി, രാധമ്മ നായർ, എല്ലാവർക്കും നമസ്കാരം. അപ്പോ കാന്തം കാന്തി നിധാനതോപി മധുരം, എല്ലാം എവിടെ നിന്നാണോ കാന്തം കാന്തി നിധാനതോ അപി, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, എല്ലാ സൗന്ദര്യത്തിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ളതെന്നാണ് കാന്തം കാന്തി നിധാനതോ അപി. എല്ലാ സൗന്ദര്യ വസ്തുക്കളുടെയും, സൗന്ദര്യമുള്ള ജീവികളുടെയും എല്ലാ സൗന്ദര്യത്തിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള ഭഗവാൻ. അതിൽ ലോകത്തിൽ വെച്ചിട്ട് എന്തെല്ലാം സൗന്ദര്യ വസ്തുക്കളുണ്ടോ അതിലേറ്റവും സുന്ദരതരമാണ് ത്വദ്രൂപം. ത്വദ്രൂപം ആശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം. അങ്ങനെയുള്ള ഭഗവാന്റെ സുന്ദരമായ രൂപം ആശ്ചര്യങ്ങളിൽ വെച്ച് ആശ്ചര്യമാണ്, അത്ഭുതങ്ങളിൽ വെച്ച് അത്ഭുതമാണ് എന്നാണ് കവി പറയുന്നത്. അതായത് അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങനെയുള്ള ഭഗവാന്റെ മൂർത്തിയെ കണ്ടിട്ട്, സുന്ദരനായ ഭഗവാനെ കണ്ടിട്ട് ഭട്ടതിരിപ്പാടി ചോദിക്കുകയാണ്, ആശ്ചര്യം ഭുവനേന, ഭുവനത്തില്, ലോകത്തിൽ ഇനിയും ആശ്ചര്യത്തിൽ വെച്ച് ആശ്ചര്യമാണ്, അത്ഭുതങ്ങളിൽ വെച്ച് ആശ്ചര്യമാണ്. കസ്യ കുതുക ന കസ്യ കുതുകം പുഷ്ണാദി വിഷ്ണു വിഭോ, ഇതിൽ പരം ആശ്ചര്യമായിട്ടുള്ളത് ഈ ഭുവനത്തിൽ എന്താണ് ഉള്ളത്? ഏറ്റവും ആശ്ചര്യങ്ങളിൽ ആശ്ചര്യമായിട്ടുള്ള, അത്ഭുതങ്ങളിൽ അത്ഭുതമായിട്ടുള്ള ഭഗവാന്റെ രൂപം, ത്വദ്രൂപം, അതിനേക്കാൾ
അത്ഭുതകരമായതൊന്നും ഈ ലോകത്തിൽ ഇല്ല എന്നാണ് ഒടുവിലത്തെ വരി കൊണ്ട് പറയുന്നത്. ആശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം, ഭുവനത്തിൽ ന കസ്യ ഇല്ല, അങ്ങനെ ഒരു സംഭവം തന്നെ ലോകത്തിലില്ല. ഭഗവാനേക്കാളിലും രൂപസൗന്ദര്യമുള്ള ഒരു വസ്തു, അതിനേക്കാൾ നമുക്ക് ആശ്ചര്യമെന്ന് പറയാൻ പറ്റുന്ന ഒന്നും തന്നെ ഈ ഭുവനത്തിലില്ല എന്നാണ് ആദ്യത്തെ ഈ 3-ാമത്തെ ശ്ലോകം കൊണ്ട് ഭട്ടതിരിപ്പാട് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ മാത്രമേ ഭട്ടതിരിപ്പാടിന് ഭഗവാന്റെ സ്വരൂപം, സൗന്ദര്യം വർണ്ണിക്കാനാവുന്നുള്ളൂ. ഒന്നുകൂടെ ഞാനത് വായിക്കാം. യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യതുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. അതായത് നമുക്ക് സൗന്ദര്യമുള്ള വസ്തുക്കളോട് മധുരവും തോന്നും. മാധുര്യം എന്നും സൗന്ദര്യമുള്ളതിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു മാധുര്യം തോന്നും, ആ രുചി തോന്നും, മാധുര്യം തോന്നും. അപ്പം കേൾവിയിലും കാഴ്ചയിലും തേനിന് മധുരമുണ്ട്, സുന്ദരമായ വസ്തുക്കൾക്കെല്ലാം മധുരമുണ്ട്. അപ്പം മധുരതരമാണ് സൗന്ദര്യത്തെ വർണ്ണിക്കുമ്പം മധുരതരം കൂടെയാണ് ഭഗവാന്റെ രൂപമെന്നാണ് ഭട്ടതിരിപ്പാട് വർണ്ണിച്ചു പോയിരിക്കുന്നത്. അർത്ഥം എഴുതണമെങ്കിൽ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം, വേണമെങ്കിൽ അതിൻ്റെ അവിടോട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് കുറിച്ച് നിങ്ങൾ വെച്ചോളുക. ത്രൈലോക്യ മഹീയസാഭി, ത്രൈലോക്യത്തിൽ മഹീയസായുള്ളതിനേക്കാൾ ഏറ്റവും മഹത്തായത് എന്നാണ് അതിൻ്റെ മഹിതം, മഹത്തായിരിക്കുന്നത്. സമ്മോഹനം, മോഹനത്തിലും സമ്മോഹനമായിരിക്കുന്നത്. എല്ലാ മോഹിപ്പിക്കുന്ന വസ്തുക്കളെക്കാട്ടിലും അതിമോഹം ഉണ്ടാക്കുന്ന രൂപമാണ് ഭഗവാന്റെ. അതാണ്. പിന്നെ കാന്തിക്കിരിപ്പിടമായിട്ടുള്ള ഏതൊന്നിനേക്കാളും കാന്തിയുള്ളത്. അല്ലെ, കാന്തി എന്ന് പറഞ്ഞാൽ സൗന്ദര്യം എന്നുള്ളത്, കാന്തി ഉള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ ആകർഷണമുള്ളത്, കാന്തിയുള്ളത്, സൗന്ദര്യമുള്ളത്, അതിനെല്ലാം എന്തൊക്കെ വസ്തുക്കളാണോ സൗന്ദര്യത്തിൻ്റെ ഇരിപ്പിടമായിട്ടുള്ളത് അതിനേക്കാളിലും മാധുര്യമുള്ളത്, ശ്രേഷ്ഠമായിട്ടുള്ളത്, ഭംഗിയുള്ളത്, സുന്ദരമായിട്ടുള്ളതാണ് ഭഗവാന്റെ രൂപം. പിന്നെ മാധുര്യാത് തുര്യാത് അഭിമധുരം, മാധുര്യത്തെക്കാളും മധുരമായിരിക്കുന്നത്. മധുരമുള്ള ഒരുപാട് വസ്തുക്കളുണ്ട്, പഞ്ചസാര, തേന് തൊട്ട് സർവ്വതും മധുരമുള്ളത്. അതിനെക്കാട്ടി മധുരമുള്ളത് അതെന്താണ്, എങ്ങനെ പറയും? അത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഭഗവാന്റെ രൂപം നമ്മൾ കാണുമ്പം നമുക്ക് മാധുര്യമാണ് തോന്നുന്നത്. അപ്പോൾ ഭഗവാന്റെ രൂപത്തെ എല്ലാ മധുരമുള്ള വസ്തുക്കളെക്കാളിലും മധുരമുള്ളത് എന്നാണ് ഭട്ടതിരിപ്പാട് ഇവിടെ വർണ്ണിക്കുന്നത്. പിന്നെ സൗന്ദര്യോത്തര അപി, എല്ലാ സൗന്ദര്യമുള്ള വസ്തുക്കളെക്കാട്ടിലും സുന്ദരമായത്. അപ്പം അങ്ങനെയുള്ള ഭഗവാന്റെ രൂപം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി, ലോകത്തിൽ ആർക്കാണ് കൗതുകത്തെ വർദ്ധിപ്പിക്കാത്തത് എന്നാണ് ആ വരിയുടെ അർത്ഥം. ലോകത്തിൽ ആർക്കാണ് കൗതുകം തോന്നാത്തത്, ആശ്ചര്യം തോന്നാത്തത്. ഇത്രയുള്ള ആ ഒരു ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എഴുതണോ വേണ്ടായോ എന്ന് ഞാനിപ്പോൾ പലതവണയും ചോദിച്ചപ്പോൾ ആരും ഒരു മെസ്സേജ് തരാത്തത് കൊണ്ട് ഞാൻ അതിനു വേണ്ടി സമയം കളയുന്നില്ല. നമുക്ക് ഒന്നുകൂടെ വായിച്ചിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ദശകം 2 ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തിമഹത്വവും. ഭഗവാന്റെ സ്വരൂപ മാധുര്യമാണ് 3-ാമത്തെ ദശകത്തിൽ 3-ാമത്തെ ശ്ലോകത്തിലും പറയുന്നത്. യത്രൈലോക്യ മഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തി നിധാനതോപി മധുരം മാധുര്യതുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. വിഭുവായ വിഷ്ണു, ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന സർവശക്തനായ അല്ലയോ വിഷ്ണു ഭഗവാനെ, ഭഗവാന്റെ സൗന്ദര്യതരമായ രൂപം കണ്ടാൽ ആർക്കാണ് കൗതുകമുണ്ടാകാത്തത്? കാരണം സുന്ദരമായിട്ടുള്ള സർവമാന വസ്തുക്കളിൽ വെച്ചും സുന്ദരമാണ് ഭഗവാന്റെ രൂപം, ത്വദ്രൂപം എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു വെച്ചത്. ഇനിയും പറയാനാണെങ്കിൽ ഒരുപാട് പറയാം, പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇവിടെ എങ്ങും തീരത്തില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. അപ്പം 2 ശ്ലോകങ്ങളിലൂടെ ഭഗവാന്റെ ശിരസ് തൊട്ടുള്ള, കിരീടം തൊട്ടുള്ള വർണ്ണന നടത്തിയ ശേഷം പിന്നെ പൊതുവായിട്ട് ഭഗവാനെ എങ്ങനെ വർണ്ണിക്കണമെന്നറിയാൻ വയ്യാതെ
ലോകത്തിലേക്കും വെച്ച് എല്ലാ സൗന്ദര്യ വസ്തുക്കളിലും സുന്ദരമായിട്ടുള്ളതാണ് ഭഗവാൻ എന്ന് പറഞ്ഞു വെക്കുക. അപ്പം ഇനി നമുക്ക് അടുത്ത 4-ാമത്തെ ശ്ലോകത്തിലോട്ട് പോവാം. തത്താദൃങ്മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയി സാ ദേവീ പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷവി തേനാസ്യാബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാദജാബലബലാച്ചാവല്യവർത്തോദഭൂത്. ഇത് ആ ശ്ലോകത്തിനെക്കാട്ടി കുറച്ച് വായിക്കാനായിട്ട് കുറച്ച് വ്യാഖ്യാനിക്കാനും പ്രയാസമുള്ളതാണ്. നന്ദു മോഹൻ, സുഷമ വേണുഗോപാൽ, സുമാദേവി, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഭക്തി ലഹരിയിലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണത്തില്ല, ആരെയും കാണത്തില്ല. നമ്മളിതിനകത്ത് ഇങ്ങനെ അങ്ങ് പോകും, ലയിച്ചങ്ങോട്ട് പോകും. ഭഗവാനെ നമ്മൾ മുന്നേ കണ്ട് ഭഗവാന്റെ രൂപം മനസ്സിലേറ്റി ആ സുന്ദരതരമായ രൂപമാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ പിന്നെ ഭഗവാനെ വർണ്ണിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പം നമുക്ക് അടുത്ത അല്പം കൂടെ പ്രയാസമുള്ള വരികളാണ്. തത്താദൃങ്മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയി സാ ദേവീ പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി. ഇവിടെ സർവ വിഭൂതികൾക്കും ധനത്തിനായാലും സൗന്ദര്യത്തിനായാലും എല്ലാം നമുക്ക് നൽകേണ്ടത് മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മിയുടെ വിഭൂതികളാണ് ലോകത്തിലുള്ള സർവമാന സുന്ദരമായ വസ്തുക്കൾ എന്ന് പറയുന്നു. അപ്പോൾ ആ മഹാലക്ഷ്മി വസിക്കുന്നത് സർവസമയവും. നമ്മൾ 1-ാമത്തെ ദശകത്തിൽ 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ശങ്കയില്ലാതെ ഭഗവാന്റെ ശരീരത്തിലാണ് മഹാലക്ഷ്മി വസിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഭക്തരെ നോക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നോട്ടം വിട്ടുപോകും. നമ്മുടെ വീടുകളിലും നമുക്ക് പണ്ട് തൊട്ടേ അറിയാം, കല്യാണം കഴിച്ചുകൊണ്ട് വന്നു ഭാര്യ ഭർത്താവ്, മക്കളുണ്ടായി കഴിയുമ്പോഴേ ഈ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് അമ്മമാര് ഭാര്യമാര് മക്കളെ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഭർത്താവിനോടുള്ള ശ്രദ്ധ കുറയും. അപ്പോൾ ഈ ഭർത്താക്കന്മാർക്ക് ഇഷ്ടക്കേട് വരും. പിന്നെ ചില ഭാര്യമാരെന്ത് ചെയ്യും, കുട്ടികളെ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ രണ്ടും കൂടെ ഒന്ന് ശരിയായി പോകാതെ വരുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്നിനെ ഇച്ചിരി അവഗണിക്കേണ്ടി വരും, മനഃപൂർവ്വമല്ല. അപ്പോഴവിടെ പ്രശ്നങ്ങളാവും അല്ലേ. ഇവിടെ ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞിരിക്കുന്ന മഹാലക്ഷ്മി, നമുക്കറിയാം മഹാലക്ഷ്മി അസ്ഥിരയാണെന്ന് പറച്ചിലുണ്ട്. അങ്ങനൊരു മഹാലക്ഷ്മിയെ പറ്റിയൊരു അപവാദം പരക്കെ കേൾക്കുന്നുണ്ട് എന്ന് ഭട്ടതിരിപ്പാട് പറയുകയാണ്. അതായത് സ്ഥിരയല്ല മഹാലക്ഷ്മി. ശരിയാണ്, നമുക്കെല്ലാം തരും, എല്ലാം തിരിച്ചെടുക്കുകയും ചെയ്യും. അതുപോലെയാണ്. പിന്നെ എല്ലാം തന്നുകൊണ്ടിരിക്കെ തന്നെ ഇടയ്ക്ക് വിട്ടിട്ട് പോവുകയും ചെയ്യും. ഒരു വീട്ടിലും ഒരാളിലും മഹാലക്ഷ്മി സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. പിന്നെ സ്ഥിരമായിട്ട് എവിടെ ഉള്ളേ? ഭഗവാനിൽ മാത്രമാണ്. ഇത് ഈ നാരായണീയം ഭാഗവതം പഠിച്ചപ്പോഴുണ്ടായ എൻ്റെ ഒരു അറിവാണ്. അതായത് മഹാലക്ഷ്മി ഭഗവാനിലാണ് സ്ഥിരമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് മഹാലക്ഷ്മി സ്ഥിരമായിട്ട് നമ്മളിൽ, നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് ഐശ്വര്യമൂർത്തിയായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ഭഗവാനെ സേവിച്ചാൽ മതി, ഭഗവാന്റെ ഭക്തിമാർഗത്തിൽ സഞ്ചരിച്ചാൽ മതി, ഭഗവാന്റെ പാദത്തിൽ പിടിച്ചാൽ മതി, ഭഗവാനെ ആശ്രയിച്ചാൽ മതി. ഭഗവാനിലാണ് ലക്ഷ്മി ഉള്ളത്. അപ്പം ലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് അസ്ഥിരയായിട്ട് മാറുമെന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ആശയം. ഇനി ഞാനൊന്നുകൂടെ അത് വായിച്ചിട്ട് പറഞ്ഞുതരാം. തത്താദൃങ്മധുരാത്മകം തവ വപു. അപ്രകാരമുള്ള ആ മധുര രൂപം, എല്ലാത്തിലും വെച്ചും മധുരതരമായിട്ടുള്ളതും സുന്ദരതരമായിട്ടുള്ള മധുര നിറഞ്ഞ മധുരത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ആ രൂപം തവ വപു, അങ്ങയുടെ വപു ശരീരം, അങ്ങയുടെ ശരീരം. തത്താദൃങ് അപ്രകാരമുള്ള, തത്താദൃങ് മധുരാത്മകം മധുരം നിറഞ്ഞ തവ വപു അങ്ങയുടെ ശരീരം. സംപ്രാപ്യ സമ്പന്മയി, ആരാ പ്രാപിച്ചിരിക്കുന്നേ? സമ്പന്മയിയായ സമ്പത്തിന്റെ ഉറവിടമായ മഹാലക്ഷ്മി. അപ്പൊ സർവസമ്പത്തും നിറഞ്ഞിരിക്കുന്ന മഹാലക്ഷ്മി ഭഗവാന്റെ ആ വപുവിൽ ഇത്രയും സുന്ദരമായ ശരീരത്തെ പ്രാപിച്ചിരിക്കുന്നു. തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയി, അങ്ങനെ പ്രാപിച്ചിട്ട് സാ ദേവി പരമോത്സുകാ ചിരതരം
നാസ്തേ സ്വഭക്തേഷ്വപി, സ്വഭക്തേഷ്വപി സ്വഭക്തന്മാരിൽ പോലും എന്നാണ് അർത്ഥം. സ്വഭക്തേഷ്വപി ന ആസ്തേ സ്ഥിരമായിരിക്കുന്നില്ല. ന ആസ്തേ സ്വഭക്തേഷ്വപി. സ്വഭക്തൻ, മഹാലക്ഷ്മിയുടെ ഭക്തന്മാരുണ്ട് അല്ലേ? മഹാലക്ഷ്മി എപ്പോഴും പൂജിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. സമ്പത്തും ഐശ്വര്യം നിലനിൽക്കണേ എന്ന് പറഞ്ഞിട്ട് മഹാലക്ഷ്മിയുടെ വ്രതം നോക്കുകയും മഹാലക്ഷ്മിയുടെ ഫോട്ടോ വെച്ച് പൂജിക്കുകയും മഹാലക്ഷ്മിയുടെ ക്ഷേത്രത്തിൽ പോകുകയും മഹാലക്ഷ്മി സ്തോത്രം ചൊല്ലുകയും എല്ലാം ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം സർവ്വ ഐശ്വര്യത്തിന്റെ ഉറവിടമായിരിക്കുന്ന ദേവിയാണ് മഹാലക്ഷ്മി. ആ മഹാലക്ഷ്മി സ്വന്തം ഭക്തരെ പോലും സ്വഭക്തേഷു അപി, സ്വഭക്തന്മാരെ പോലും ന ആസ്തേ അവരിൽ പോലും സ്ഥിരമായിട്ടിരിക്കുന്നില്ല. എന്താ കാര്യം? ആ മൂർത്തിയിൽ, അതായത് ഇത്ര സുന്ദരനായിട്ടുള്ള ഭഗവാനിൽ പ്രാപിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് മുഴുവൻ സമയവും സ്വഭക്തന്മാരിൽ അല്ലെങ്കിൽ മക്കളിൽ ഐശ്വര്യം ചൊരിയാന്, അനുഗ്രഹം ചൊരിയാനായിട്ട് ദേവിക്ക് വരാൻ പറ്റുന്നില്ല. ദേവി എപ്പോഴും ഭഗവാന്റെ കൂടാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ഐശ്വര്യമൊക്കെ വിട്ടുപോകുന്നതെന്നാണ് കവിയുടെ ഭാവന. സാ ദേവി പരമോത്സുക, ഉത്സാഹത്തോടെ എവിടെ ആയിരിക്കുന്നത്? ചിരതരം സ്ഥിരമായിട്ട് ഭഗവാനിൽ ലയിച്ചിരിക്കുന്നത് കൊണ്ട് സ്വഭക്തന്മാരിൽ പോലും ദേവിക്ക് സ്ഥിരമായിരിക്കാൻ സാധിക്കുന്നില്ല. സാ ദേവി പരമോത്സുക ചിരതരം, ചിരമായിട്ട് സ്ഥിരമായിട്ട്. നാസ്തേ സ്വഭക്തേഷവി, നാസ്തേ ഇരിക്കാൻ പറ്റുന്നില്ല. തേനാസ്യാബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക. തേനാസ്യ അതിനാൽ, അസ്യ ഇവൾ, അതിനാൽ ഇവൾ, ഇവൾ എന്ന് പറഞ്ഞിരിക്കുന്ന മഹാലക്ഷ്മി. ദേവി ദേവന്മാരെയൊക്കെ കവിഭാവനയിൽ അവൾ ഇവൾ എന്നൊക്കെ പറയും ഇല്ലേ? ഭഗവാനെ, എൻ്റെ കൃഷ്ണ നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ നമ്മൾ പോയി ശ്രീപാർത്ഥസാരഥിയോട് ചോദിക്കും, ഗുരുവായൂരപ്പനോട് ചോദിക്കും, ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല, ഇങ്ങനാണെങ്കിൽ എനിക്ക് ചൊവ്വനെ തൊഴാൻ പറ്റുന്നില്ല. ഭഗവാനോട് പറയത്തില്ലേ, നീ എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ, ഇങ്ങനെയൊക്കെ എല്ലാവരും പറയും. അതുപോലെ തന്നെ ഇവിടെ ഭട്ടതിരിപ്പാട് തേനാസ്യ, തേന അതിനാൽ, അസ്യ ഇവൾ, അതുകൊണ്ട് ഇവൾ, അതായത് സ്വഭക്തന്മാരിൽ എപ്പോഴും സ്ഥിരമായിട്ടിരിക്കാത്തത് കൊണ്ട് കഷ്ടം അച്യുത, ച്യുതിയില്ലാത്തവനെ. അച്യുതൻ എന്ന് പറഞ്ഞാൽ ച്യുതിയില്ലാത്തവൻ, നാശമില്ലാത്തവൻ. അച്യുത വിഭോ, വിഭോ ലോകം നിറഞ്ഞിരിക്കുന്നവനെ. രണ്ട് വാക്കുകൾ കൊണ്ടാണ് ഭഗവാനെ ഇവിടെ ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്, സംബോധന ചെയ്തിരിക്കുന്നത്. അതായത് അച്യുതാന്നും വിഭോ എന്നും. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ വായിച്ചു പോകുന്നുണ്ടേ, തേനാശ്യാപത കഷ്ടം അച്യുത വിഭോദ്രൂപമാനോജ്ഞക, ഇങ്ങനെ അങ്ങോട്ട് ചുമ്മാ എല്ലാവരും വായിക്കും. പക്ഷെ എന്താണ് ആ വാക്കിന്റെ അർത്ഥം? നമ്മളത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് ആ അർത്ഥം കൂടെ മനസ്സിലാകുമ്പോൾ നമ്മുടെ ഭക്തി ഉറയ്ക്കും. അപ്പം അതിനാൽ ഇവൾ കഷ്ടം അച്യുത, ഭഗവാനോട് പറയുവാണ് ഭട്ടതിരിപ്പാട്, അച്യുത ച്യുതിയില്ലാത്തവനെ, വിഭോ എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നവനെ, സർവശക്തനായ വിഷ്ണു, ത്വദ്രൂപമാനോജ്ഞക നിന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ, അങ്ങയുടെ മാനോജ്ഞകമായ മനോഹരമായ പ്രേമസ്ഥൈര്യം, അടുത്ത പേജിൽ, പ്രേമസ്ഥൈര്യമയാത് അജാബലബലാത് ചാബല്യ വാർത്തോദഭൂത്. ഇത് കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവും. വാർത്തോദഭൂത് എന്ന് പറഞ്ഞാൽ വാർത്ത കേൾക്കുന്നുണ്ടെന്ന്. ഇപ്പൊ മുഴുവൻ വാർത്തയാണല്ലോ, എന്തെല്ലാം കപട വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ കേൾക്കുന്ന വെച്ചല്ലേ നമ്മളെല്ലാം പറയുന്നത്. ആരെങ്കിലും ഒക്കെ പറയും ലക്ഷ്മി സ്ഥിരയല്ല, ലക്ഷ്മി അസ്ഥിരയാണ്, അത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ ലക്ഷ്മി ചപലയാണ്, അതും കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു വാർത്തയുണ്ട്, വാർത്തോദഭൂത്. ഇപ്പോഴത്തെ ചാനലുകാരെല്ലാം പരത്തുന്ന വാർത്തയല്ലിത്, പണ്ടേ ഉള്ള വാർത്തയാണ്. ചാബല്യ വാർത്തോ, ചപലയാണ്. യഥാർത്ഥത്തിൽ ലക്ഷ്മി ദേവി ചപലയല്ല. പക്ഷെ അങ്ങനൊരു പേര് ദോഷം മഹാലക്ഷ്മിക്ക്, ദേവിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ? എപ്പോഴും ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കുന്നത് കൊണ്ട്, ഭഗവാന്റെ സുന്ദരമായ രൂപം വിട്ട് നിശങ്ക നിലയന എന്നാണ് 6ാമത്തെ ശ്ലോകത്തിൽ 1ാമത്തെ ദശകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശങ്കയില്ലാതെ ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന ദേവി. അപ്പോൾ പിന്നെ ഇടയ്ക്കൊരു ഇടവേള കിട്ടുമ്പോൾ മാത്രമാണ് ഓടി വന്ന് ഭക്തരെ അനുഗ്രഹിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. അപ്പം ചപല എന്നൊരു വാക്ക് കിട്ടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ചപലയല്ല, അജാബലബലാത്, അജാബലയാണ്, അജാപലയാണ്, ചപലയല്ല. പ്രേമസ്ഥൈര്യം, അത് പ്രേമം കൊണ്ട് ഭഗവാന്റെ മനോഹരമായ ശരീരത്തിൽ ലക്ഷ്മി ദേവി ലയിച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു പേരുദോഷം കിട്ടിയതാണ്. യഥാർത്ഥത്തിൽ ലക്ഷ്മി ദേവി ചപലയല്ല.
അസ്ഥിരയല്ല, സ്ഥിരതയുള്ളവളാണ്. അപ്പം ഇതിലൂടെ ഭട്ടതിരിപ്പാട് നമുക്ക് ഒരു കാര്യം പറഞ്ഞു തരുവാണ്, ഒരു സന്ദേശം നൽകുകയാണ്. നമുക്ക് ആരെ വിളിച്ചാൽ മതി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കിട്ടണമെങ്കിൽ സർവസമയവും ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന, ഭഗവാനോടൊത്തിരിക്കുന്ന ആ ഭഗവാനെ വിളിച്ചാൽ മാത്രം മതി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം, ഭർത്താവായ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കും എന്നാണ് കവി ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം. തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവീ പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാദ ചാബല്യവർത്തോദഭൂത്. സാ തത്താദൃങ് അപ്രകാരമുള്ളതും മധുരാത്മകം മാധുര്യം നിറഞ്ഞ രൂപത്തോടു കൂടിയതും തവ വപു അങ്ങയുടെ ശരീരം, നിന്തിരുവടിയുടെ രൂപം, സംപ്രാപ്യ പ്രാപിച്ചിട്ട്, സംപ്രാപ്യ സമ്പന്മയി ഐശ്വര്യത്തിന്റെ നിറകുടമായിട്ടുള്ള ദേവത ലക്ഷ്മി ദേവി, സാദേവി പരമോത്സുക ചിരതരം ആ മൂർത്തിയിൽ സർവസമയവും ലയിച്ചിരിക്കുന്നതിനാൽ ന ആസ്തേ, നാസ്തേ എന്ന് തന്നെ വായിക്കണ്ടേ, നാസ്തേ സ്വഭക്തേഷപി സ്വഭക്തന്മാരിൽ പോലും സ്ഥിരമായിരിക്കുന്നില്ല. തേനാസ്യാബദ കഷ്ടമച്യുത വിഭു അതുകൊണ്ട് അല്ലയോ അച്യുത, ച്യുതിയില്ലാത്തവനെ വിഭുവായ വിഷ്ണു, ദേവിക്ക് ഇങ്ങനൊരു പേരുദോഷം വന്നിട്ടുണ്ട്. തേനാസ്യ ബദ കഷ്ടം അച്യുത വിഭോ ത്വദ്രൂപ മാനോജ്ഞക മനോഹരമായിട്ടുള്ള പ്രേമ നിറഞ്ഞ പ്രേമസ്ഥൈര്യമയാതെ അജാബലബലാത് അജാബലയെന്ന് അജാബലയാണ്, പക്ഷെ ചബലയെന്ന് പേര് വന്നു. അജാബല ബലാത് ചാബല്യ വാർത്തോദഭൂത് അങ്ങനൊരു വാർത്തയുണ്ട്, അങ്ങനൊരു പഴിദോഷം ദേവിക്കുണ്ട്. ഇത്രയുമാണ് രണ്ടാമത്തെ ശ്ലോകത്തിന്റെ ആശയം. മോനെ അതായത് സൗന്ദര്യത്തിന്റെ നിറകുടമായ ഭഗവാൻ എല്ലാ സൗന്ദര്യത്തിന്റെ മോഹനത്തിൽ അതിമോഹനം, മാധുര്യത്തിൽ അതിമധുരമുള്ള, സുന്ദരന്മാരിൽ സുന്ദരനായിട്ടുള്ള അങ്ങനെയുള്ള ഭഗവാന്റെ രൂപത്തെ ഭട്ടതിരിപ്പാട് ആവുന്ന വിധം വർണ്ണിച്ച് നമ്മുടെ മുന്നിൽ തന്നിട്ടുണ്ട്. നമ്മളിനി ആ ഭഗവാന്റെ സ്വരൂപത്തെ രണ്ടാം ദശകത്തിലെ സൂര്യസ്പർത്തി കിരീടം തൊട്ട് ഓർത്ത് ആ രൂപം നമ്മുടെ മനസ്സിൽ നിറച്ച് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കാരം ചെയ്ത് ഭഗവാനെ ഹൃദയത്തിൽ ഉറപ്പിച്ച് മുന്നോട്ട് ഭഗവാന്റെ ബാക്കി കഥകളും നമുക്ക് പഠിക്കാം. ഇന്ന് ആർക്കും മുഷിവില്ലാതെ ഇന്ന് ഈ 2 ശ്ലോകങ്ങളെ കൊണ്ട് ഞാൻ നിർത്താം. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും വ്യാഴാഴ്ച കാണാം. എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഈ ക്ലാസ്സിൽ വന്നവർക്ക് ഗീതാമോഹൻ, ജിനേഷ് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തണം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളതൊരു മെസ്സേജ് അതിനടിയിൽ ഇടുക, ഞാൻ നോക്കാം. ഏതെങ്കിലും ക്ലാസ്സുകൾ വേണമെന്ന് മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ അത് ഞാൻ യൂട്യൂബിൽ വീണ്ടും ഇടുന്നുണ്ട് ഇത് തന്നെ, അപ്പോൾ അവിടെ പോയി നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടെ നമസ്കാരം. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. ഹരിയോ. വന്ന എല്ലാവർക്കും നമസ്കാരം.